അതല്ല, അദ്ദേഹം അതിനെക്കുറിച്ചൊന്നും അല്ലല്ലോ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഒരുപാട് കഷ്ടപ്പെട്ട്, ഒരുപാട് പ്രയാസപ്പെട്ട്, ഒരുപാട് പ്രതിസന്ധികളെ മറികടന്നുകൊണ്ടാണ് അദ്ദേഹം ഈ സ്ഥാനത്ത് എത്തിയത്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം മത്സരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയെന്നാണ് പറഞ്ഞത്. നിർബന്ധമായിട്ട് മത്സരിക്കണം, അദ്ദേഹം മത്സരിച്ച് ജയിക്കും എന്ന് പറഞ്ഞ ആൾ ഞാനാണ്. ഒരു കാരണവശാലും മാറി നിൽക്കരുതെന്നാണ് പറഞ്ഞത്. വലിയ മീഡിയ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു, സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെതിരായിട്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം നിന്നാ തോറ്റു പോകുന്നത്. ഞങ്ങളാണ് അദ്ദേഹത്തോട് പറഞ്ഞത്, ലീഡർഷിപ്പ് ഇരിക്കുന്നത് ഞങ്ങളാണ്, ഒരു കാരണവശാലും മാറിയിക്കാൻ സമ്മതിക്കില്ല. എത്ര പ്രാവശ്യം എം പി ആയാലും എന്താ തെറ്റ്, ജനപിന്തുണകളോണ്ടല്ലേ ജയിക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയത് ഞങ്ങളാണ്. അദ്ദേഹം അത് ആ സമയത്ത് ഒരുപാട് മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് അദ്ദേഹം കടന്നത്. അത് വ്യക്തിപരമായി വളരെ അടുത്തറിയാവുന്ന ഒരാളായിരുന്നു ഞാൻ. ഒരുപാട് ക്യാമ്പയിൻ അദ്ദേഹത്തിനെതിരായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളൊരു ക്യാമ്പയിൻ. അദ്ദേഹം തോറ്റുപോകും, അദ്ദേഹം നിന്ന് ജയിക്കില്ല, അദ്ദേഹം എന്ത് ചെയ്തിട്ട് ഇത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടില്ല, ഇത്രയും കഠിനാധ്വാനി ആയിട്ടുള്ള ഒരാളില്ല. ഞാൻ പോലും അദ്ദേഹത്തിൻ്റെ അത്ര ജോലി ചെയ്യുന്ന ആളല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിശ്ചയമായിട്ട്, ഇത്രയും കഠിനാധ്വാനി ആയിട്ടുള്ള ഒരാളാണ്. ചിലപ്പോൾ നമുക്ക് അത്ഭുതം തോന്നും, അതുപോലെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ആളെ കൂടെ പാർട്ടിയുണ്ട്, കോൺഗ്രസ് കൂടെയുണ്ട്. ബിജെപിക്ക് പുതിയ അതെനിക്കറിയില്ല. നമ്മള് ലീഡർഷിപ്പിൽ വന്നതിന് ശേഷം അദ്ദേഹത്തെ ഒട്ടും വേട്ടയാടിയിട്ടില്ല, അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു പ്രിയപ്പെട്ട സഹോദരനെ പോലെയാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിന് അറിയുകയും